തൃശൂർ നഗരത്തിന്റെ അതീവ സുരക്ഷിത മേഖലയിൽ ഡ്രോൺ പറത്തി. വിയൂർ അതീവ സുരക്ഷാ മേഖലയായ ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ് പുലർച്ചെ ഡ്രോൺ പറത്തിയത്. വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും വിയൂരിലെ തന്നെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയിരിക്കുന്നതെന്ന വിവരം ലഭിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം അടക്കം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നമുക്കറിയാം, ഹൈ സെക്യൂരിറ്റി പ്രസൻ, അതായത് അതീവ സുരക്ഷാ ജയിൽ, അത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജയിലാണ്. അത് വിയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജയിൽ നിൽക്കുന്നതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് സെൻട്രൽ ജയിലുണ്ട്. അതിന് അല്പം മാറി ഫയർഫോഴ്സ് അക്കാദമി ഉണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഈ മേഖലകളിലൊക്കെയാണ് അതീവ സംശയാസ്പദമായ രീതിയിൽ ഒരു ഡ്രോൺ 3 മണിക്കൂറോളം നേരം പറന്നത്. ഇന്ന് പുലർച്ചെ 12 മുതൽ 3 മണി വരെ, അതായത് 3 മണിക്കൂറോളം നേരം ഈ ഡ്രോൺ ഏകദേശം 60 മീറ്റർ ഉയരത്തിൽ വരെ പറന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതായത് ഈ ജയിലിലെ വാച്ച് ടവറിൽ ഉള്ള ഉദ്യോഗസ്ഥർ, രാത്രികാലങ്ങളിൽ അവിടെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുണ്ടാവും. അവരുടെ ശ്രദ്ധയിലാണ് ഈ ഡ്രോൺ പെടുന്നത്. ഇതോടെയാണ് വിവരം വിയൂർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ എവിടെ നിന്നാണ് വന്നത്, ആരാണിത് പറത്തിയത്, എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസിന് വ്യക്തത ആയിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കും. അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ വിയൂർ പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ വിയൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം, അതായത് പോലീസ് ആദ്യഘട്ടത്തിൽ നിഗമനത്തിലെത്തിയിരുന്നത് ഏതെങ്കിലും യുവാക്കൾ റീൽ ചിത്രീകരണത്തിന് വേണ്ടി പറത്തിയതാകാമെന്നുള്ളൊരു നിഗമനത്തിലൊക്കെ എത്തിയിരുന്നെങ്കിലും പിന്നീട് ഈ പുലർച്ചെ നേരത്ത് ഈ ജയിൽ, ഈ അതീവ സുരക്ഷാ മേഖലയിൽ എന്ത് റീലാണ് ചിത്രീകരിക്കുന്ന ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ആരാണിത് പറത്തിയത്, എന്തിനാണിത് പറത്തിയത് ഉൾപ്പെടെ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയ മതിയാവും. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരും ജയിൽ അധികൃതരും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ വിയൂർ ജയിലിൽ, അതായത് അതീവ സുരക്ഷയിൽ നമുക്കറിയാം, തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ പാർപ്പിച്ചിട്ടുള്ള ജയിലാണ് ഈ അതീവ സുരക്ഷാ ജയിൽ. അതിന് തൊട്ടപ്പുറത്തുള്ള സെൻട്രൽ ജയിലിലും കൊടും കുറ്റവാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം ഈ ജയിലിന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ ജയിലിലെ ആ ഒരു സാഹചര്യം, ജയിലിന്റെ ആ ഒരു ഘടന മനസ്സിലാക്കാനൊക്കെയാണോ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഡ്രോൺ പറത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നടക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.